ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മുടെ അതിഥി മോളുടെ നാളായിരുന്നു. അപ്പോൾ നമ്മൾ അമ്പലത്തിലൊക്കെ പോയി വന്നിട്ട് നമ്മൾ പായസം ഉണ്ടാക്കുകയാണ്. ഇനി നമുക്ക് പായസം ഉണ്ടാക്കുന്നതിലേക്ക് പോകാം. ഇതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ: ശർക്കര, അരി, ചെറുപയർ, തേങ്ങ, തേങ്ങാപ്പാൽ, പശുവിൻ പാൽ, ഏലക്ക, നെയ്യ്, ഉണക്കമുന്തിരി, അണ്ടിപ്പരിപ്പ്. ആദ്യം തന്നെ കഴുകി വൃത്തിയാക്കി വെച്ച അരി പകുതി വെന്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ചെറുപയർ ഇട്ട് കൊടുക്കുക. ഇപ്പൊ നമ്മൾ ശർക്കര പൊടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ശർക്കരപ്പാനി ഉണ്ടാക്കാനാണ്. ഇപ്പം നമ്മുടെ അരിയും പയറും വെന്തിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കുക. ഇനി നമ്മളിത് അടിക്ക് പിടിക്കാതെ നല്ലവണ്ണം ഇളക്കി കൊടുക്കുക. ശർക്കരപ്പാനിയൊക്കെ ചേർത്ത് വെച്ച് ഈ പായസത്തിലേക്ക് ഇനി നമ്മൾ ചേർക്കാൻ പോകുന്നത് തേങ്ങാപ്പാലാണ്. തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചതിന് ശേഷം നല്ലപോലെ ഇളക്കി അതിലേക്ക് പിന്നെ പശുവും പാൽ ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് ഏലക്ക ചേർത്ത് കൊടുക്കുക. മണത്തിനും രുചിക്കും ഒക്കെ നിങ്ങളുടെ പരുവത്തിനനുസരിച്ച് ഏലക്ക ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമ്മൾ അടുത്തതായിട്ട് അണ്ടിപ്പരിപ്പും തേങ്ങ ചെറുതായിട്ട് അരിഞ്ഞതും ഉണക്കമുന്തിരിയും ഒക്കെ നെയ്യിൽ വറുത്തെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മൾ വറുത്ത് കോരിയതിന് ശേഷം നമ്മുടെ പായസത്തിലേക്ക് ഇട്ട് കൊടുക്കുക. നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമ്മൾ ഈ പായസം നല്ലോണം കുറുക്കി എടുത്തുകൊണ്ടിരിക്കുക. നിങ്ങളുടെ പരുവത്തിനനുസരിച്ച് കുറുകിയതിനൊക്കെ ശേഷം നമുക്കിത് അടുപ്പിൽ നിന്ന് വാങ്ങിയിട്ട് നല്ല ചെറു ചൂടോടെ ഈ പായസം കുടിക്കാൻ അടിപൊളിയാണ്. പ്രത്യേകിച്ച് നമ്മളിതിലേക്ക് പാലും തേങ്ങാപ്പാലും ഒക്കെ ഒഴിച്ചുകൊണ്ട് നല്ല അടിപൊളി ടേസ്റ്റാണ്. വെക്കേഷനൊക്കെ അല്ലേ കൂട്ടുകാരെ, അപ്പം നിങ്ങളും നിങ്ങളുടെ വീട്ടിൽ ഇതൊക്കെ ട്രൈ ചെയ്ത് നോക്കണം. നല്ല സ്വീറ്റ് ആൻഡ് ഹെൽത്തി ഫുഡാണ്. അതുപോലെ നമ്മൾ നമ്മുടെ ചാനൽ ശംഖുപുഷ്പം ചായയുടെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും അതും കയറി കാണണം.